ഇത് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുക എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ 2 അഡീനിയം എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം 2 മാസം കഴിയുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ. 2 എണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട്. ഒന്നിൽ വൈറ്റ്, ഒന്ന് മറൂണ്, കുറേ മൊട്ടും ബാക്കിയുണ്ട്. അടുത്തതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നടത്തിയ പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണുക. വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മുടെ അഡീനിയം സീരീസിലെ അടുത്ത വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കണ്ടോ, അഡീനിയമൊക്കെ നന്നായിട്ട് പൂത്തോടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോഴും നല്ല പൂവുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അഡീനിയം മിക്കവാറും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും പൂക്കൾ ധാരാളമുണ്ട്. ഇപ്പം ഞാൻ വന്നത് വേറൊരു പ്രത്യേക വീഡിയോയുമായിട്ടാണ്. അഡീനിയത്തിലെ ഗ്രാഫ്റ്റിംഗ്, നമ്മൾ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് അഡീനിയത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന അഡീനിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് നാൾ മുമ്പ് വരെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അഡീനിയമാണ്. ഒരു 10 വർഷം പഴക്കമുള്ള അഡീനിയമാണ്. 10 വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെയുണ്ട്. ഇപ്രാവശ്യം എന്താ സംഭവിച്ചത് നോക്കൂ. കണ്ടോ, അതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് മൊത്തത്തിൽ നശിച്ചു പോയി. ഈ സംഭവം എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ അഡീനിയത്തിന് സംഭവിച്ചതെന്ന്. എന്തായാലും ഞാൻ തോറ്റ് പിന്മാറാൻ തയ്യാറില്ല. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. നോക്കാം എങ്ങനെയാണ് അഡീനിയത്തിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നതെന്ന്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വി ഗ്രാഫ്റ്റിംഗ് ആണ്. സാറിന് 2 തരം ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട്. വി ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഫ്ലാറ്റ് കട്ട് ഗ്രാഫ്റ്റിംഗും ചെയ്യാറുണ്ട് അഡീനിയത്തിൽ. ഞാൻ വി ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇതിനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കത്തി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡോ മറ്റോ കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ ചൂടാക്കിയെങ്കിലും എടുക്കുക. ഇതിപ്പോൾ പുതിയ കത്തി ഞാൻ വാങ്ങിയാണ്, അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് ഇത്രയും ഭാഗം കേടായിരിക്കുകയാണ്. കണ്ടല്ലോ, ഈ ഗ്രാഫ്റ്റിൻ്റെ മേളിൽ മൊത്തം ഇത് ചീഞ്ഞു പോയതാണ്. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് ഞാനത് കട്ട് ചെയ്യാൻ പോവാം. യെസ്, ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പർ ഉണ്ടോ മറ്റോ. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം നിങ്ങൾ ഓർക്കേണ്ടത് എപ്പോഴും നല്ല കറക്റ്റ് ലെവലിലായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഏതാണ്ടൊരു സ്ലാൻഡിങ് പൊസിഷനിൽ ഒന്ന് കട്ട് ചെയ്യുക താഴേക്ക്. ഒരു വി ഷേപ്പിൽ ഒരു പീസ് പുറത്തേക്ക് എടുക്കാൻ കണക്കിട്ടാണ് ചെയ്യാം കേട്ടോ. യെസ്, ഇപ്പോൾ ഒരു പീസ് ഞാനിങ്ങനെ എടുത്തു. തിരിച്ച് ഇതുപോലെ ഒന്നും കൂടി ചെയ്യുന്നത്. ഞാൻ 4 എണ്ണമാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്യണം, ഒരു വി കട്ടും കൂടി. ഇത്രയും സ്പേസ്, ഇത്രയും സർഫസ് ഉള്ളതുകൊണ്ട് 4 എണ്ണം ചെയ്യാൻ പറ്റും ഇതിൽ. യെസ്, ഇപ്പോൾ ഇത് കാണാൻ ഒരു വി ഷേപ്പിൽ 4 എണ്ണം കാണാൻ പറ്റും. 1 2 3 4. ഇനി നമുക്കിതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ചെടികളെ സെലക്ട് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. എൻ്റെ കയ്യിൽ ഇത് സിംഗിൾ പെറ്റലിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതൊരെണ്ണം ഉണ്ട്, ഇതൊരെണ്ണം ഉണ്ട്. ഇത് അവിടെ ഒരു യെല്ലോ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ പെറ്റലുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചത് സിംഗിൾ പെറ്റൽസ് മാത്രം കൊണ്ട് ചെയ്യാമെന്നാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിലും ഭയങ്കര പൂക്കളാണ്. അപ്പോൾ പൂവില്ലാത്ത ബ്രാഞ്ച് നോക്കി ഞാൻ മൾട്ടി പെറ്റൽ വെച്ചിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. മൾട്ടി പെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. പൂവില്ലാത്ത ബ്രാഞ്ച് നോക്കി എടുക്കാം കേട്ടോ. ഇതെടുത്തു. പിന്നെ വൈറ്റ് എടുക്കാം. റെഡ് എടുക്കാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ എടുക്കാം. ഇതിൽ തൽക്കാലം പൂവില്ല, പക്ഷേ ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള അഡീനിയാണ്. എനിക്ക് ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഇത് മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 4 ചെടികളെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 മൾട്ടിപ്പെറ്റലാട്ടോ. ഇതിൻ്റെ ഓരോ ബ്രാഞ്ച് വീതം ഞാൻ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇതിൽ നല്ല പൂവാകണ്ടോ, ഇതിൻ്റെ ഒരു ബ്രാഞ്ച് എടുക്കാം. യെസ്, 1. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് എടുക്കണം. കണ്ടിട്ടൊന്നും കട്ട് ചെയ്യാൻ തോന്നുന്നില്ല അല്ലേ.
ഇതെല്ലാം ഇടയ്ക്ക് ഞാനൊന്ന് പ്രൂൺ ചെയ്തുള്ളൂ ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് വന്നുകൊണ്ട് മാത്രമേ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. 3 ആൻഡ് ഇതിലൊന്നോ യെസ് 4. അപ്പോൾ 4 ബ്രാഞ്ചായപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ 4 ബ്രാഞ്ചിൽ നിന്നും ആദ്യം ആവശ്യമില്ലാത്ത ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 4 ബ്രാഞ്ചിലെയും ലീഫ് ഞാൻ കളഞ്ഞിട്ട് 4 ബ്രാഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഈ എൻഡിൽ നമ്മളൊന്ന് വി ഷേപ്പിൽ സ്ലൈഡായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. യെസ്, കണ്ടോ ഒരു വി ഷേപ്പില്ലേ ഇവിടെ, അതിനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇത് കട്ട് ചെയ്താൽ അധിക സമയം വയ്ക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലാണ്ട് സെൽസ് ഡാമേജ് ആയി പോകും. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്സ് ആട്ടോ. സാധാ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഞാൻ ഇങ്ങനെ എടുത്താൽ മതി. അല്ല ഗ്രാഫ്റ്റിംഗ് ടേപ്പ് മേടിക്കാൻ കിട്ടും, അതിനൊന്നും പോകണ്ട, ഇത് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതൊരു പ്രത്യേക ഷേപ്പായിട്ട് കുറച്ച് കെട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ടൈറ്റാക്കി കെട്ടിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി ഇടുവാണ്. ഇത് ഇളകിപ്പോയി അതിൻ്റെ ടേപ്പ് കൊണ്ട് പുറത്തേക്ക് ചുറ്റുവാണേ. നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സ്റ്റെമ്മ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റെം ഇങ്ങനത്തെ ഒരു ഷേപ്പായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഇപ്പോൾ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഇങ്ങനത്തെ ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്ന ഒട്ടും തന്നെ ഹ്യൂമിഡിറ്റി ഏൽക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ അഡീനിയം മൾട്ടിപ്പിൾ വി ഗ്രാഫ്റ്റിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു 15 ദിവസം നമ്മളിങ്ങനെ വെക്കുക. 15 ദിവസം വെച്ച് കഴിഞ്ഞ് അത്യാവശ്യം സാധാരണ അഡീനിയം നനയ്ക്കുന്ന പോലെ നനച്ചു കൊടുത്താൽ മതി. എക്സ്ട്രാ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവർ വെയിലും ഏൽക്കാതെ നോക്കുക. 15 ദിവസം കഴിഞ്ഞ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ അഡീനിയം ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് 20 days ആയിട്ടോ. ഞാൻ 50 days കഴിഞ്ഞ് കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 20 days ആയി. ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സോ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 4 ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരെണ്ണം ചെറിയൊരു പ്രശ്നം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമുക്ക് പൊളിച്ച് നോക്കാം. ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. എൻ്റെ ബഡൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. യെസ്, യെസ്, ഇതേ നമ്മുടെ അഡീനിയം വളരെ ഭംഗിയായിട്ട് എനിക്ക് വേണ്ട 4 ഗ്രാഫ്റ്റും പിടിച്ചിട്ടുണ്ട്. യെസ്, ഇതെവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ശരിക്കും ഈ സ്റ്റോക്കിൽ നിന്ന് ബ്രാഞ്ച് വരുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റിക്കളയുക കേട്ടോ. എങ്കിൽ നമുക്ക്
എന്താ പറയുക, അത് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കും, ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ ഇതങ്ങനെ എടുത്ത് കളയുക, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ വെച്ചതിൽ ഒരു ബ്രാഞ്ച് കണ്ടോ എൻ്റെ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട് കണ്ടോ, പക്ഷേ അതിൽ വേറെ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് വന്നതിൽ മൊട്ടും വരുന്നുണ്ട്, ഇളകിപ്പോയി അല്ലേ. യെസ്, ഇതും ഓക്കെ. ഇനി ഇത് മാത്രം ചെറിയൊരു പ്രശ്നം, എന്നാലും ഓക്കെയാണ്, നല്ല പച്ചയായിട്ട് നിൽപ്പുണ്ട്, അതും വരും. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് അഡീനിയം ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പോൾ ഒറ്റ അഡീനിയത്തിൽ 4 കളേഴ്സാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡും ടെക്നിക്സും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഇത്രയും ഹാപ്പി ആവാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇനി ഒരു രഹസ്യം നിങ്ങളോട് ഞാൻ പറയാം. ഞാനത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാനത് ആദ്യമേ പറയുകയാണെങ്കിൽ നിങ്ങളാരും കാണില്ല, അതുകൊണ്ടാണ് ആദ്യം പറയാറുന്നത്. എൻ്റെ ഒരു ഫസ്റ്റ് അതൊരു എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി. പക്ഷേ 100% സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതാർക്ക് വേണോ ചെയ്യാം, ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും വേണ്ട എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്ന് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ 2 അഡീനിയം അറ്റ് എ ടൈം നശിച്ചു പോയിരുന്നു. മറ്റൊരെണ്ണം ഞാൻ റിക്കവർ ചെയ്തെടുത്തു. ആ റിക്കവറി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹായ്, വെൽക്കം ബാക്ക്. എൻ്റെ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്ന് 2 മാസമായി. 2 മാസം ആകുമ്പോഴുള്ള അവസ്ഥ, ഞാനിത് നേരത്തെ അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ മൊട്ട് വന്നു തുടങ്ങിയ കാരണം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ പൂക്കൾ കാണിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. അതാ ലേറ്റായി കേട്ടോ. ഇത് ഒരു വൈറ്റ് വളരെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ, നിറച്ച് മൊട്ടുകൾ ബാക്കിയുണ്ട്. ഒരു മെറൂൺ കളർ ഇവിടെ ഉണ്ട് കേട്ടോ, അതിലും കുറേ മൊട്ട് വന്നിട്ടുണ്ട്. ഇത് അടുത്തൊരെണ്ണം കണ്ടോ, മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊരെണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ കാരണം നമുക്ക് മനസ്സിലാവും. 2 എണ്ണവും നശിച്ചു, 2ഉം ഏതെങ്കിലും രീതിയിൽ എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയത് നിങ്ങളെ കാണിക്കാനും പറ്റി. ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിന് ഞാൻ ചെയ്ത പ്രോസസ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. സോ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.